ഇറാനെ പൂട്ടാൻ സകല അടവുകളും ഇറക്കി അവസാനം കാലിടറി വീഴുന്ന സ്ഥിതിയിലാണ് അമേരിക്ക എത്തി നിൽക്കുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങി 3-ാം ദിവസം പിന്നിടുമ്പോഴാണ് ഇറാൻ സമാധാന ചർച്ചയ്ക്ക് വഴങ്ങി എന്ന തരത്തിൽ ട്രംപ് ആദ്യമായി ഒരു പ്രസ്താവന അടിച്ചിറക്കിയത്. തൊട്ടുപിന്നാലെ ഇറാൻ മറുപടിയുമായി എത്തിയിരുന്നു. തങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും സമാധാന ചർച്ച ഉടമ്പടി ആരുമായും ഒപ്പുവെച്ചിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. യുദ്ധം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ ട്രംപ് വീണ്ടും കള്ളങ്ങളുമായി കളം പിടിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു മുഴ മുന്നേ എറിഞ്ഞാണ് കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങിയെന്ന വാദവുമായാണ് ഇത്തവണ ട്രംപ് എത്തിയിരിക്കുന്നത്. ഇറാൻ അയൽ രാജ്യങ്ങളോട് ഔദ്യോഗികമായി മാപ്പ് ചോദിച്ചുവെന്നും ഇനി അവരെ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് നൽകിയതുമായാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കിയത്. ഇറാൻ മാപ്പ് പറഞ്ഞത് കീഴടങ്ങലിന്റെ ഭാഗമായിട്ടാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിരന്തരമായ സൈനിക സമ്മർദ്ദത്തിന് മുന്നിൽ ഇറാൻ മുട്ടുമടക്കിയെന്നും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന ഇറാൻ ഇപ്പോൾ വെറും ഒരു പരാജിത രാജ്യമായി മാറിയെന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണെന്നും പുതിയൊരു നേതൃത്വം അധികാരത്തിൽ വരികയാണെങ്കിൽ ഇറാനെ സാമ്പത്തികമായി സഹായിക്കാൻ അമേരിക്ക തയ്യാറാണെന്നും ട്രംപ് തന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ മിസൈലുകൾ കൊണ്ട് തിരിച്ചടി നൽകി ട്രംപിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാനെക്കുറിച്ച് പൊള്ളയായ വാദങ്ങൾ പറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ ട്രംപിനെ അടിച്ചിരുത്തുന്ന മറുപടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാന്റെ കീഴടങ്ങൽ പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടുപിന്നാലെ അമേരിക്കയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒമാൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന കപ്പലിനെ ലക്ഷ്യം വെച്ച് അത്യാധുനികമായ പുതിയ തലമുറ മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇതോടെ ട്രംപിന്റെ കീഴടങ്ങൽ വാദം 8 നിലയിൽ പൊട്ടുകയായിരുന്നു. തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 340 കിലോമീറ്റർ അകലെ വെച്ചാണ് കപ്പൽ കൂട്ടത്തെ ഇറാൻ പ്രതിരോധ സേന തടഞ്ഞത്. മിസൈൽ ആക്രമണത്തിന് പുറമെ ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായതോടെ USS എബ്രഹാം ലിങ്കൺ മേഖലയിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്ററിലധികം ദൂരേക്ക് പിൻവാങ്ങിയതായും ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻപ് തങ്ങളുടെ സൈനികർക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പകരമായി പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ട്രംപിന്റെ വിടുവായുത്തത്തിന് ചുട്ട മറുപടി നൽകി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചുവെന്നത് ശരിയാണെന്നും എന്നാൽ അത് ഒരിക്കലും ഒരു കീഴടങ്ങലല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിരോധ നടപടികൾക്കിടയിൽ അയൽ രാജ്യങ്ങളിലെ സാധാരണക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിലാണ് മാപ്പ് ചോദിച്ചത്. കീഴടങ്ങൽ എന്ന മോഹം എട്ടായി മടക്കി പോക്കറ്റിൽ വെക്കാനും ഒപ്പം ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയർന്ന ഭീഷണികളെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. തങ്ങളുടെ പോരാട്ടം ഇസ്രായേലിനോടും അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളോടുമാണെന്നും അയൽ രാജ്യങ്ങളുമായി സമാധാനമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഇറാൻ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളുടെ മണ്ണുപയോഗിച്ച് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടന്നാൽ അതിശക്തമായി തിരിച്ചടി നൽകുമെന്നും ഇസ്രായേലിനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്നും പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കരുവായി മാറരുതെന്ന് അയൽ രാജ്യങ്ങളോട് പെസഷ്കിയാൻ ആഹ്വാനം ചെയ്തു. പ്രാദേശികമായ തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും പുറത്തുനിന്നുള്ള ശക്തികളെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനത്തിനുള്ള ആഹ്വാനങ്ങൾക്കിടയിലും രാജ്യം ഒരു വലിയ യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. തങ്ങളൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ ഇറാന് കരുത്തുണ്ടെന്നും പെസഷ്കിയാൻ പറഞ്ഞു. ഇറാന്റെ ആയുധ ശേഖരത്തിലുള്ള ഏറ്റവും മാരകമായ മിസൈലുകൾ ഇനിയും ഉപയോഗിച്ചിട്ടില്ലെന്നും ആവശ്യമെങ്കിൽ അവ രംഗത്തിറക്കുമെന്നും റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ പിൻവാങ്ങിയ കാര്യത്തിൽ വൈറ്റ് ഹൌസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇറാന്റെ ഈ പ്രത്യാക്രമണം ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്.